Good morning, my dears. Today our topic scope of production and operations management. അപ്പോൾ ലാസ്റ്റ് ടോപ്പിക്കുകളിലൊക്കെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ 1-2 ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ 3rd ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം എന്താണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്താണെന്നും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഒരു സിസ്റ്റം ആണെന്നും ഒക്കെ നമ്മൾ മീനിങ് ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് അവർ ടോപ്പിക് സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്. പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പിനെ കുറിച്ചാണ്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, സാധ്യതകളെ കുറിച്ചിട്ടാണ്. ഒരു സബ്ജക്റ്റ് തരുന്ന അതിൻ്റെ സാധ്യതകളെയാണ്, അത് ഡെപ്ത് ഓഫ് ദി സബ്ജക്റ്റ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് സ്കോപ്പ് ഓഫ് ദി സബ്ജക്റ്റ് അല്ലേ. ആ ഒരു സബ്ജക്റ്റിൻ്റെ ഡെപ്ത്ത്, അതിൻ്റെ ആഴം, അതിൻ്റെ പരപ്പ്, അതെവിടെയൊക്കെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് കുറച്ച് കാലഘട്ടങ്ങളായിട്ട് വളരെയധികം സ്കോപ്പുള്ളൊരു ഏരിയ ആണെന്നൊക്കെ പറയാം. ദ സ്കോപ്പ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഹാസ് ചേഞ്ച്ഡ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻ ദ ലാസ്റ്റ് സെവറൽ ഡെക്കേഡ്സ്. അതായത് കുറച്ച് കാലഘട്ടങ്ങളായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക, ഒരുപാട് പ്രോബ്ലംസ് ഈ ഏരിയയിൽ വന്നുകൊണ്ടിരിക്കുക. അതായത് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റീവ് സെൻറ്റേഴ്സ് ആരംഭിക്കുക, പ്ലാന്റ് ലൊക്കേഷൻ, പ്ലാന്റ് ലേഔട്ട്, കപ്പാസിറ്റി പ്ലാനിങ്, ദെൻ മെയിൻ്റനൻസ്, ക്വാളിറ്റി, കോസ്റ്റ് റിഡക്ഷൻ മാനേജ്മെൻറ്റ്, ഒരുപാട് പ്രോബ്ലംസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം സ്കോപ്പ് അല്ലെങ്കിൽ ഡെപ്ത് ഉള്ളൊരു ഏരിയ ആണ് ഇത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഇവിടെ before the evolution of a factory system, manufacturing activities are carried out by the single person that posed no or very insignificant problem of production, and therefore question of production management did not arise. അതായത് ബിഫോർ ദി ഇവല്യൂഷൻ ഓഫ് ഫാക്ടറി സിസ്റ്റം, ഈ ഫാക്ടറി സിസ്റ്റം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ഒക്കെ ആരംഭിച്ചിരുന്ന ഒരു ചെറിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ മാത്രമാണ്, അല്ലെങ്കിൽ ചില ആളുകൾ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ബിഫോർ ദി ഇവല്യൂഷൻ ഓഫ് ഫാക്ടറി സിസ്റ്റം, മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ആർ carried on by the significant person that posed no or very insignificant problem of production, and therefore question of production management did not arise. അവിടെ നമുക്ക് ഏതിൻ്റെ ഒരു പ്രോബ്ലം റേസ് ചെയ്തിരുന്നില്ല, പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അറൈസ് ചെയ്തിരുന്നില്ല. ബട്ട് ഇൻ ദ ഇൻസ്പെക്ഷൻ ഓഫ് ഫാക്ടറി സിസ്റ്റം ദ സിറ്റുവേഷൻ ചേഞ്ച് ഇൻ ടു മെനി പ്രോബ്ലംസ്. അതായത് ഫാക്ടറി സിസ്റ്റം എന്നൊക്കെ പറയുന്ന ഒരു പ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് ഇത് മാറിയപ്പോൾ അവിടെ ഒരുപാട് പ്രോബ്ലംസ് അറൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. ദർ ഈസ് എ ടാക്കിൾ വിത്ത് പ്രോബ്ലംസ്, ക്വാളിറ്റി കൺട്രോൾ, ലേഔട്ട് ഫെസിലിറ്റീസ്, മീറ്റിംഗ് ദ ഷെഡ്യൂൾസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. ദസ് ദ സ്കോപ്പ് ഓഫ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ ഡെവലപ്ഡ് ഇൻ ഏർലി സ്റ്റേജ്. അതായത് ഈ ഒരു കാലഘട്ടം, ആദ്യത്തെ കാലഘട്ടത്തിൽ നിന്ന് മാറി ദെൻ ഇത് ഫാക്ടറി സിസ്റ്റത്തിലേക്ക് വന്നതോടുകൂടി തന്നെ ഒരുപാട് സ്കോപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദെൻ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഏരിയയിൽ വന്നിരിക്കുന്നത്. In the early stage, the stress was on controlling the labor cost, because labor cost was the major element of the total cost of production. With the continuing development of the factory system, the trend towards mechanization and automation developed, and the result in the increased cost of indirect labor higher than the direct labor cost. So companies found it difficult to run the business in these circumstances, and they evolved many controlling devices to regulate the cost of production. They developed devices like designing, packaging of product, indirect labor cost control, production and inventory control, quality control, etc. ആദ്യ കാലഘട്ടങ്ങളിലെ നമ്മൾ അറേസ് ചെയ്തിരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ലേബർ എന്ന് പറയുന്നതാണ്. എങ്ങനെയാണ് ലേബർ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി മെക്കനൈസേഷൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ മെഷീനറീസിൻ്റെയൊക്കെ ഉപയോഗം, എങ്ങനെയാണ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക, മാക്സിമം പ്രൊഡക്ഷൻ എങ്ങനെയാണ്, ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും, ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നു, ഈ ഓപ്പറേഷൻസ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായി. ദസ് വെറൈറ്റി ദെൻ അവിടെ ഇൻ ദ പ്രസൻറ്റ് ഇയർ ഓഫ് ഇന്ത്യൻസ് കോമ്പറ്റീഷൻ ദ സ്കോപ്പ് ഓഫ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് ഈസ് വെരി വൈഡ്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലെ ഈ കോമ്പറ്റേറ്റീവ് ഫീൽഡിലെ ദെൻ അവിടെ പറയുന്നത് ഇൻ ദ പ്രസൻറ്റ് ഇയർ ഓഫ് ഇൻറ്റൻസീവ് കോമ്പറ്റീഷൻ ദ സ്കോപ്പ് ഓഫ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് ഈസ് വെരി വൈഡ്. ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് is an enterprise is not only concerned with the full exploitation of production facilities, but also the human factor that indirectly affect the production. Utilization of latest technologies of production and to produce quality goods to the satisfaction customers of the product. അവിടെ ഇപ്പോൾ the production department of an enterprise is not only concerned with the full exploitation of production facilities. അതായത് ഈ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ എയിം എന്ന് പറയുമ്പോൾ ഫുൾ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നതിൽ മാത്രമല്ല
but also the human factor that indirectly affect the production, utilization of latest technologies, then production of quality goods, the satisfaction of customers are the important problems in operations management. The various activities that form scope of production and operations functions can be studied in the following roles. ഇനി നമുക്ക് ഓരോന്നായിട്ട്, അതായത് ഇപ്പം നമ്മൾ പഠിച്ചു ആദ്യകാലത്തിൽ അത്രമാത്രം പ്രാധാന്യം ഏതിനുണ്ടായിരുന്നില്ല, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ഫാക്ടറി സെക്ഷൻ ആരംഭിച്ചതോടുകൂടി ഒരുപാട് പ്രോബ്ലംസ് ആയി. പിന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നതിൽ ഉപരിയായിട്ട് എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുക എന്നൊക്കെ പറയുന്ന പോയിൻറ്റ്സിന് കൂടുതൽ പ്രാധാന്യം കൊണ്ടുവരാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെഷീൻ പവർ, കോസ്റ്റ് റിഡക്ഷൻ, ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, പ്രൊഡക്റ്റ് ഡിസൈൻ, പ്രൊഡക്റ്റ് പ്ലാൻ ലേഔട്ട്, ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് വരാനായിട്ട് തുടങ്ങിയതോടുകൂടി ദ കോമ്പറ്റീറ്റീവ് ഫീൽഡ് മോഡേൺ ഏരിയയിൽ നമുക്ക് ഇതിൻ്റെ പ്രാധാന്യം ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പറയാം, ദ വേരിയസ് ആക്ടിവിറ്റീസ് ഇൻ ദ ഫോം ഓഫ് സ്കോപ്പ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് ഫങ്ഷൻസ് ക്യാൻ ബി സ്റ്റഡീഡ് ഇൻ ദ ഫോളോയിങ് ബ്രോഡ് ഏരിയാസ്. ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്റ്റ് സെലക്ഷൻ ആൻഡ് ഡിസൈൻ. പ്രൊഡക്റ്റ് സെലക്ഷൻ ആൻഡ് ഡിസൈൻ. ഫസ്റ്റ് പോയിന്റ്, പ്രൊഡക്റ്റ് സെലക്ഷൻ ആൻഡ് ഡിസൈൻ. ഈ പ്രൊഡക്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നും അത് എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് സ്കോപ്പായിട്ട് നമ്മൾ കാണുന്നത്. ദ പ്രൊഡക്ഷൻ മിക്സ് മേക്സ് എ പ്രൊഡക്ഷൻ സിസ്റ്റം ഐദർ എഫിഷ്യൻറ്റ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ്. ചൂസിങ് ദ റൈറ്റ് പ്രോഡക്റ്റ്, കീപ്പിംഗ് ദ മിഷൻ ആൻഡ് ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻ മൈൻഡ് ഈസ് ദ കീ സക്സസ്. അവിടെ ദ പ്രോഡക്റ്റ് മിക്സ് മേക്സ് ദ പ്രൊഡക്ഷൻ സിസ്റ്റം ഐദർ എഫിഷ്യൻ. നമുക്ക് പ്രൊഡക്റ്റ് മിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള കോമ്പിനേഷൻസ് എടുക്കാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മിക്സ് ഏതാണോ, ചൂസിങ് ദ റൈറ്റ് പ്രോഡക്റ്റ്, കീപ് ദ മിഷൻ ആൻഡ് ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻ മൈൻഡ് ഈസ് ദ കീ ടു സക്സസ്. നല്ല പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നതാണ് ഒരു സ്ഥാപനത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ഡിസൈൻ ഡീൽസ് വിത്ത് കൺവേർഷൻ ഓഫ് ഐഡിയാസ് ഇൻ ടു റിയാലിറ്റി. എന്താ വാട്ട് ഈസ് മീൻ ബൈ പ്രൊഡക്റ്റ് ഡിസൈൻ? അപ്പോൾ പ്രൊഡക്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ പ്രോഡക്റ്റ് മിക്സിൻ്റെ ഒരു സെലക്ഷനെയാണ് പ്രൊഡക്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഡിസൈൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് മീൻ ബൈ പ്രൊഡക്റ്റ് ഡിസൈൻ? പ്രൊഡക്റ്റ് ഡിസൈൻ ഡീൽസ് വിത്ത് കൺവേർഷൻ ഓഫ് ഐഡിയാസ് ഇൻ ടു റിയാലിറ്റി. കൺവേർഷൻ ഓഫ് ഐഡിയാസ് ഇൻ ടു റിയാലിറ്റി. കൺവേർഷൻ ഓഫ് ഐഡിയാസ് ഇൻ ടു റിയാലിറ്റി. നമ്മുടെ ആ ഡിസൈൻ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചില ആശയത്തെ അത് റിയാലിറ്റി ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, കൺവേർഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൺവേർഷൻ ഓഫ് ഐഡിയാസ് ഇൻ ടു റിയാലിറ്റി, ദറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഡിസൈൻ. Every business organization has to design, develop and introduce new product as a survival and growth strategy. Developing a new product and launching them into the market is the biggest challenge faced by the organization. Developing a new product. അപ്പോൾ ഫസ്റ്റ് സ്കോപ്പ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് എ ന്യൂ പ്രോഡക്റ്റ് ആൻഡ് ലോഞ്ചിങ് ദം ഇൻ ടു ദ മാർക്കറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഫേസ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഇന്നത്തെ സ്ഥാപനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നും അത് എങ്ങനെ അവരിലേക്ക് എത്തിക്കാമെന്നുള്ളതുമാണ് അതിൻ്റെ ഫസ്റ്റ്. Then in the entire process of needed identification of physical manufacturers of product involves three functions: marketing, product development, manufacturing. Product development translates the needs of customers given by marketing into technical specification. Therefore, selection and designing product and process to carried out produce them are the major focus on operation management. ഇവിടെ നമ്മൾ 3 കമ്പോണൻസിനെ കുറിച്ച് ഈ എൻ്റെ പ്രോസസ്സിനെ നമ്മൾ 3ആയിട്ട് പഠിക്കുന്നുണ്ട്. ദറ്റ് ഈസ് എ മാർക്കറ്റിംഗ്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിങ്. അതായത് എങ്ങനെ ഇത് മാർക്കറ്റ് ചെയ്യപ്പെടും, എങ്ങനെ ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യും, എങ്ങനെയാണ് അതിൻ്റെ മാനുഫാക്ചറിങ്. അപ്പോൾ ആദ്യം ആ പ്രോഡക്റ്റ് കണ്ടെത്തണം, കണ്ടെത്തിക്കൊണ്ട് അതിനെ റിയാലിറ്റി ആക്കി മാറ്റുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സ് ആൻഡ് മാർക്കറ്റിംഗ് ദം ഇൻടു ദ കസ്റ്റമേഴ്സ്. അതെങ്ങനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം. ഈ പറയുന്ന 3 കമ്പോണൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ദെയർഫോർ സെലക്ഷൻ ആൻഡ് ഡിസൈൻ ഓഫ് പ്രൊഡക്റ്റ് and process to be carried out to produce them are in the major focus of operations management. Operation management le first ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട one of the important functional important scope എന്ന് പറയുന്നത് scope of selection and scope of product selection, സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ പ്രൊഡക്റ്റ് സെലക്ഷൻ ആൻഡ് ഡിസൈൻ. ഒരു പ്രൊഡക്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ളതും അതിൻ്റെ ഡെവലപ്മെൻറ്റും അതേപോലെ തന്നെ
അതിൻ്റെ മാർക്കറ്റിങ്ങും അതിൻ്റെ ഡിസൈനും ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലുള്ള നമുക്ക് ഒരു സാധ്യത എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് സെലക്ഷൻ ആൻഡ് ഡിസൈൻ. പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക, അത് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. Then second one is production system designing. Second point is production system designing. Production system designing. That is a production system designing. Decisions related to production system design is one of the most important activities of production management. This activity is related to production engineering, and that is a problem regarding design tools, design development and installation of equipment, and the selection and optimization of the firm. All these areas require the technical expertise on the part of the production manager and his staffs. Production system designing. എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് അതിൻ്റെ പ്രൊഡക്ഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യേണ്ടത്? ഡിസിഷൻസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ സിസ്റ്റം ഡിസൈൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്. ദിസ് ആക്ടിവിറ്റി ആയിട്ട് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിസിഷൻസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ സിസ്റ്റം. എങ്ങനെയാണ് പ്രൊഡക്ഷൻ സിസ്റ്റം അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ദിസ് ആക്ടിവിറ്റി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻക്ലൂഡ്സ് പ്രോബ്ലംസ് റിഗാർഡിംഗ് ഡിസൈൻ ഓഫ് ടൂൾസ്, ഡിസൈൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻസ്റ്റലേഷൻ ഓഫ് എക്യുപ്മെൻറ്റ്സ്. അതായത് ഏതൊക്കെ മെഷീനറീസാണ് നമുക്കൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ആ പ്രൊഡക്ഷൻ സിസ്റ്റം അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, അതിൻ്റെ മെഷീനറീസ് എവിടെയാണ് വെക്കേണ്ടത്, അതിനാവശ്യമായിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് സെലക്ഷൻ ഓഫ് ഒപ്റ്റിമം സൈസ് ഓഫ് ദ ഫേം, ആ ഫേമിനെ സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ നമുക്കതെങ്ങനെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓൾ ദീസ് ഏരിയാസ് റിക്വയർ ദ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഓൺ ദ പാർട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ മാനേജർ. അവിടെ പ്രൊഡക്ഷൻ മാനേജറോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കേണ്ടതാണ് അവിടെ ടെക്നിക്കൽ എക്സ്പെർട്ടുകളുടെ. ഇപ്പോൾ വലിയ വലിയ എക്യുപ്മെൻറ്റ്സൊക്കെ ആയിരിക്കും, മെഷീനറീസൊക്കെ ആയിരിക്കും, അതിനാവശ്യമായിട്ടുള്ള ടൂൾസൊക്കെ അതെങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, ആ പ്രൊഡക്ഷൻ സിസ്റ്റം ഡിസൈനിങ്. അവിടെ നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം, എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കണം, ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കണം, പ്രൊഡക്ഷൻ മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇതൊക്കെ അതിൻ്റെ ഒരു പാർട്ടാണ്. ദെൻ അവിടെ പ്രൊഡക്ഷൻ സിസ്റ്റം ഡിസൈനിങ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ ഈസ് ഫെസിലിറ്റീസ് ലൊക്കേഷൻ. Third point is facilities location. ഫെസിലിറ്റീസ് ലൊക്കേഷൻ ഇതൊക്കെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പാണ്. ഫെസിലിറ്റീസ് ലൊക്കേഷനിലെ ദറ്റ് ഈസ് ഫെസിലിറ്റീസ് ലൊക്കേഷൻ ഈസ് എ വൈറ്റൽ എലമെൻറ്റ് ഓഫ് കമ്പനീസ് ഫ്യൂച്ചർ സക്സസ്. ദാറ്റ് മീൻസ് അതായത് പ്രോബ്ലം ഓഫ് ഫെസിലിറ്റീസ് ലൊക്കേഷൻ ഈസ് ഫേസ്ഡ് ബൈ ബോത്ത് ദ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് ബിസിനസ് ഓർഗനൈസേഷൻ. ദ പ്ലാനിംഗ് ഓഫ് ഫെസിലിറ്റീസ് ലൊക്കേഷൻ ഈസ് എ വൈറ്റൽ എലമെൻറ്റ് ഓഫ് കമ്പനീസ് ഫ്യൂച്ചർ സക്സസ്. Then in future where should a plant or service facility to be located? This is challenging question to the management in which they need to address considering the variety of factors. It is better to set up facilities near to circumstances due to time-based competition, trade agreement and transportation cost. It is also advisable to locate near the labor pool to take advantage of low labor cost and high technical skills. Therefore, there is a need to address all such issues in operations management. The selection of an optimum plant location is very much depends upon the decision taken by regarding production engineering. A wrong decision may be proved disastrous. Location should be set as far as possible cut down the production and the distribution cost. There are diverse factors to be considered for setting the selection or plant. ഇവിടെ നമ്മളോട് മൂന്നാമത് പറയുന്നത് എന്താണ് ഫെസിലിറ്റീസ് ലൊക്കേഷൻ എന്നുള്ളതാണ്. ഫെസിലിറ്റീസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാണ് നമ്മളൊരു ലൊക്കേഷൻ നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്യേണ്ടത്. അതൊരു സ്കോപ്പാണ്. അതൊരു എക്സ്പെർട്ടിൻ്റെ സഹായത്തോടു കൂടെ തന്നെ ആയിരിക്കണം. അതായത് അവർക്ക് റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി നോക്കിയിരിക്കണം, ലേബേഴ്സിൻ്റെ അവൈലബിലിറ്റി നോക്കിയിരിക്കണം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവായിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് കണ്ടീഷൻസ് അതിൻ്റെ പിറകിലുണ്ട്. അപ്പോൾ അവിടെ മൂന്നാമത് പറയുന്ന ഫെസിലിറ്റീസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് അതൊരു ഒരു ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ദ സെലക്ഷൻ ഓഫ് എൻ ഒപ്റ്റിമം പ്ലാൻ ലൊക്കേഷൻ വെരി മച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിസിഷൻസ് ടേക്കൺ ബൈ ദി പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. റോങ് ഡിസിഷൻ മേ പ്രൂവ് ഡിസാസ്റ്റേഴ്സ്. തെറ്റായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് തികച്ചും ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് ആയിരിക്കും ആ സ്ഥാപനത്തിന് ഉണ്ടാക്കി കൊടുക്കുക. ലൊക്കേഷൻ ഷുഡ് ആസ് ഫാർ ആസ് പോസിബിൾ കട്ട് ഓൺ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്.
അവിടെ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനോ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കുറയ്ക്കാനോ അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ദർ ആർ ഡൈവേഴ്സ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഫോർ സെലക്ടിങ് ദ ലൊക്കേഷൻ ഓർ പ്ലാന്റ്. അപ്പോൾ അതായത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് സാധ്യതകൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ പറഞ്ഞു പ്രൊഡക്റ്റ് സെലക്ഷൻ ആൻഡ് ഒരു പ്രൊഡക്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യും, അതെങ്ങനെ ഡെവലപ്പ് ചെയ്യും, അതെങ്ങനെ ഡിസൈൻ ചെയ്യും എന്നൊക്കെ പറയുന്നതിന് ആ ഒരു സ്കോപ്പ് അവിടെ വരുന്നുണ്ട്. പ്രൊഡക്റ്റ് സെലക്ഷൻ ആൻഡ് ഡിസൈൻ. സെക്കൻഡ് പോയിന്റിൽ പറയുന്നുണ്ട് പ്രൊഡക്ഷൻ സിസ്റ്റം ഡിസൈനിങ്. ആ പ്രൊഡക്ഷൻ സിസ്റ്റം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, ടൂൾസ്, അതേപോലെ തന്നെ അതിൻ്റെ എക്വിപ്മെൻറ്റ്സ്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഇതൊക്കെയാണ് പ്രൊഡക്ഷൻ സിസ്റ്റം ഡിസൈനിങ്ങിൽ വരുന്നത്. തേർഡ് വൺ പറയുന്നത് ഫെസിലിറ്റീസ് ലൊക്കേഷൻ. ആ ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നു. അതൊരു ഇമ്പോർട്ടൻ്റ് ടാസ്ക്കാണ്. തീർച്ചയായിട്ടും ഈ ഫെസിലിറ്റീസ് ലൊക്കേഷൻ എൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് that is as far as possible the facilities location should as far as possible to cut down the production and distribution cost. പ്രൊഡക്ഷൻ കോസ്റ്റോ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റോ കുറയ്ക്കാനായിട്ട് ഉതകുന്ന രീതിയിലായിരിക്കണം അത് ചെയ്തെടുക്കേണ്ടത്. ദെൻ ഫോർത്ത് പോയിൻ്റ് ഫെസിലിറ്റീസ് ലേഔട്ട് ആൻഡ് മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ്. ഫെസിലിറ്റീസ് ലേഔട്ട് ആൻഡ് മെറ്റീരിയൽ ഫെസിലിറ്റീസ് ലേഔട്ട് layout and material handling. Facilities layout and material handling. Then അവിടെ plant layout deals with the arrangement of machines and plant facilities. The machines should be so arranged the flow of production remain smooth. The overall objective of the plant layout is facilities layout and material handling. Physical arrangement of that meant to require to output quality. Plant layout is a plan of an optimum arrangement of facilities, includes personnel, operating equipment, storage space, material handling equipments and all other supporting services in the design to best structure to the contain all the facilities. ഇവിടെ എന്താണ് പ്ലാന്റ് ലേഔട്ട് എന്ന് നോക്കാം. പ്ലാന്റ് ലേഔട്ട്, വാട്ട് ഈസ് മെന്റ് ബൈ പ്ലാന്റ് ലേഔട്ട്? അക്കോർഡിംഗ് ടു ജെയിംസ് മോർ, plant layout is a plan of optimum arrangement of facilities including personnel, operating equipment, storage space, material handling equipments and all other supporting services along with the design of best structure to contain all these facilities. അവിടെ പ്ലാന്റ് ലേഔട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഒപ്റ്റിമം അറേഞ്ച്മെൻറ്റ് ഓഫ് ഫെസിലിറ്റീസ്. ഒരു പ്ലാന്റ് ലേഔട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഒപ്റ്റിമം അറേഞ്ച്മെൻറ്റ് ഓഫ് ഫെസിലിറ്റീസ്. ആ ഫെസിലിറ്റീസിനുള്ള ഒരു ഒപ്റ്റിമം അറേഞ്ച്മെൻറ്റിനെയാണ് പ്ലാന്റ് ലേഔട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് പേഴ്സണൽ, operating equipment, storage space, material handling equipments and all other supporting services along with the design of best structure to contain all these facilities. ഇവിടെ രണ്ട് തരത്തിലാണ് പറയുന്നത്. ഒന്ന് ഒബ്ജക്റ്റീവ് ഓഫ് ഫെസിലിറ്റി ലേഔട്ട്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫെസിലിറ്റി ലേഔട്ട് ഈസ് ടു അറേഞ്ച് ഫെസിലിറ്റീസ് ഇൻ ഓർഡർ ടു അച്ചീവ് ദ സ്മൂത്ത് വർക്ക് ഫ്ലോ. ഇവിടെ രണ്ട് ടേമാണ് ഇതിൽ പറയുന്നത്. ഒന്ന് ഫെസിലിറ്റീസ് ലേഔട്ടും ഒന്ന് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങും. ഫെസിലിറ്റീസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്, ഫെസിലിറ്റീസ് ലേഔട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫെസിലിറ്റീസ്, അതിന് അനുയോജ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഇൻ ഓർഡർ ടു അച്ചീവ് സ്മൂത്ത് വർക്ക് ഫ്ലോ, ഏറ്റവും സുഖകരമായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് സ്പേസ് റിക്വയർഡ് ആൻഡ് ദ ഡിസ്റ്റൻസ് ദാറ്റ് മസ്റ്റ് ബി ട്രാവൽഡ് ബിറ്റ്വീൻ വേരിയസ് എലമെൻറ്റ്സ് ഇൻ ദ ലേഔട്ട് ഷുഡ് ബി കൺസിഡേർഡ്. Layout should be decided. There are different kinds of facilities layout such as process layout, product layout, group technology layout and fixed position layout. The distance relating to facilities again essential requirement of smooth conduct of operation. Next, what is meant by material handling? Material handling refers to moving of material from the store room to the machine and from the machine to the next during the process manufactures. It is also defined as the art and science of moving, package and storing. Then it is a specified activity in the modern manufacturing concern within 50 to 75% of the cost of production. This cost can be reduced by proper selection, operation and maintenance of material handling.
Material handling devices increases output, improve quality, speed up the deliveries and decreases the cost of production. Hence, material handling is the prime consideration to designing the new plant and several existing plan. ഇവിടെ നമ്മളോടൊപ്പം ഫോർത്ത് പോയിന്റിൽ ഫെസിലിറ്റീസ് ലേഔട്ട് എന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നുണ്ട്. ഫെസിലിറ്റീസ് ലേഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഇവിടെ പറയുന്നുണ്ടല്ലോ, ഒരു പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഫെസിലിറ്റീസിൻ്റെ ലേ ഔട്ട് ഉണ്ട് എല്ലാതും. അതായത് ഏതൊക്കെ ഏരിയ അതിൻ്റെ ഫെസിലിറ്റീസ് ലേ ഔട്ട് നമ്മൾ നോക്കിയിരിക്കണം. എല്ലാതും വളരെ സൗകര്യപ്രദമായിട്ടുള്ള അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, അതാണ് ഫെസിലിറ്റീസ് ലേ ഔട്ട് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ലേ ഔട്ട്, പ്രൊഡക്റ്റ് ലേ ഔട്ട്, ടെക്നോളജീസ്, എക്യുപ്മെൻറ്റ്സ്, ഇതിൻ്റെയൊക്കെ ലേ ഔട്ടിനെയാണ് ഫെസിലിറ്റീസ് ലേ ഔട്ട് എന്ന് പറയുന്നത്. ഇനി മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റോറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവരിക. പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് തന്നെ അവിടെ നമ്മൾ പാക്കിംഗ് സെക്ഷനിലേക്ക് മാറ്റാം. ഇങ്ങനെയുള്ള മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, ഇതെല്ലാം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതൊക്കെ ഒരു സാധ്യതകളാണ് അല്ലേ. അപ്പോൾ അവിടെ ഫെസിലിറ്റീസ് ലേഔട്ടും കൺസിഡർ ചെയ്തിരിക്കണം, മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങും കൺസിഡർ ചെയ്തിരിക്കണം. ഫിഫ്ത്ത് പോയിന്റ് ഈസ് കപ്പാസിറ്റി പ്ലാനിങ്. വാട്ട് ഈസ് മെന്റ് ബൈ കപ്പാസിറ്റി പ്ലാനിങ്? ഫിഫ്ത്ത് പോയിന്റ് ഈസ് കപ്പാസിറ്റി പ്ലാനിങ്. Capacity planning. Then capacity planning deals with the procurement of productive resources. That means capacity refers to a level of output of the conversion process over a period of time. Full capacity indicate maximum level of output. Capacity is planned for a short term as well as long term process. Industries pose challenges the problem of capacity planning. Then requiring the long run expansion, there is a contraction of major facilities in the conversion process. Some tools that helps in capacity planning in the marginal costing, break even analysis, learning curves, linear programming and decision trees etc. What is meant by capacity planning? എത്രമാത്രം, അതായത് നമുക്കിപ്പോൾ ഒരു യൂണിറ്റിൽ മാക്സിമം ഇത്രയാണ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇന്നത്തെ ദിവസം ഈ ഒരു മെഷീനറി വെച്ച് നമുക്ക് 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 10000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത്. അതിൽ ഒരു ദിവസം ഇന്ന സമയം കൊണ്ട് ഇത്ര സമയം നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നതാണ് അതിൻ്റെ, അല്ലെങ്കിൽ മാക്സിമം ഇത്രയാണ് പറ്റുക എന്നൊക്കെ പറയാം. അപ്പോൾ ദാറ്റ് ഈസ് ദ കപ്പാസിറ്റി പ്ലാനിങ്. കപ്പാസിറ്റി പ്ലാനിങ് ഡീൽസ് വിത്ത് ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്. Capacity refers to level of output of conversion process over a period of time. What is meant by capacity? Capacity refers to level of output of the conversion process over a period of time. കുറച്ച് സമയം കൊണ്ട്, ഇത്ര സമയം കൊണ്ട് ഇത്രയും പ്രോഡക്റ്റുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നതിനാണ് അതിൻ്റെ കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത്. മാക്സിമം കപ്പാസിറ്റി എന്നൊക്കെ നമ്മൾ സാധാരണത്തെ രീതിയിൽ മാക്സിമം കപ്പാസിറ്റി എന്നൊക്കെ പറയാറുണ്ട്. Full capacity indicate maximum level of output. Capacity is planned for short term as well as the long term process. Industries pose challenging problems. Capacity planning requiring in the long run expansion of contraction of major facilities of conversion process. Some tools that helps in capacity planning, നമ്മൾ സാധാരണ അതിന് ഉപയോഗിക്കുന്ന ചില ടൂൾസ് ഉണ്ട്. BEP അനാലിസിസ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, BEP അനാലിസിസ് ഒക്കെ നമ്മൾ കപ്പാസിറ്റി പ്ലാനിങ്ങിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ്. ആ സ്ഥാപനത്തിൽ 80% കപ്പാസിറ്റി, 60% കപ്പാസിറ്റി, 100% കപ്പാസിറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ലേണിംഗ് കർവ്സ്, ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് ഡിസിഷൻ ട്രീസ്, ഇതൊക്കെയാണ് നമ്മളതിന് ഉപയോഗിക്കുന്ന ചില ടെക്നിക്സ്. അപ്പോൾ അവിടെയും ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ വൺ ഓഫ് ദി ഏരിയ സ്കോപ്പ് ഈസ് കപ്പാസിറ്റി planning. Then sixth point is next one is method study. Method study le the next decisions regarding production system designs. Next decision regarding production system designs. Production planning and then next one is next point is method study. That is what is meant by method study എന്നുള്ളതാണ്. That means method should be the next decisions regarding production system design concerned with the use of those techniques which are concerned with the work environment and work measurement. Standard method should be devised for performing the repetitive functions efficiently. Unnecessary movement should be eliminated and suitable positioning of the workers for different process should be developed. Such methods should be devised with the help of the time study and motion study. The workers should be trained accordingly.
സ്റ്റാൻഡേർഡ് മെത്തേഡ് ഷുഡ് ബി ഡിവൈസ്ഡ്. അതായത് ഇവിടെ മെത്തേഡ് സ്റ്റഡിയിൽ ഏത് രീതിയിൽ ചെയ്താലാണ് നമുക്കത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് മെത്തേഡ് ഷുഡ് ബി ഡിവൈസ്ഡ് ഫോർ പെർഫോമിംഗ് ദ റിപ്പീറ്റേറ്റീവ് ഫങ്ഷൻസ് എഫിഷ്യൻ്റ്ലി. Unnecessary movements should be eliminated and suitable positioning of the workers for different process should be developed. Such methods should be devised with the help of time study and motion study. And the workers should be trained accordingly. ഇവിടെ നമ്മൾ മെത്തേഡ് സ്റ്റഡിയിൽ പറയുന്നത് ഓരോ മൂവ്മെൻറ്റ് പോലും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഏറ്റവും ഈസി വേയിൽ നമുക്കിതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ മെത്തേഡ് സ്റ്റഡിയിൽ പറയുന്നത്. സ്റ്റാൻഡേർഡ് മൂവ്മെൻറ്റ് ഷുഡ് ബി എലിമിനേറ്റഡ് ആൻഡ് suitable positioning of the workers at different process should be developed. Such methods should be devised with the help of time study and motion study. Next one is production planning. Next important scope of operations management is production planning. Planning is an essential element of managing production. It establishes target and standard to achieve the production areas of allocating the existing resources among the various production and operations. ഇവിടെ പ്രൊഡക്ഷൻ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ പ്ലാനിംഗ് അനാലിസിസ് സെയിൽസ് ഫോർകാസ്റ്റ് ആൻഡ് ഓർഡർ ആൻഡ് ഡിസൈഡ്സ് ഓൺ ദ മാനുഫാക്ചറിംഗ് റിസോഴ്സസ് സച്ച് ആസ് capacity, materials and labor required to meet current and anticipated demand. അവിടെ പ്രൊഡക്ഷൻ പ്ലാനിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 7th പോയിന്റിലെ then production planning. നെക്സ്റ്റ് പോയിന്റ് ഈസ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആണ്. പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ പ്രൊഡക്ഷൻ പ്ലാനിംഗ് ഈസ് എ മാനേജ്മെൻറ്റ് ടെക്നിക് വിച്ച് അറ്റംപ്റ്റ് ടു ഗെയിൻ ദ ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഫേംസ് ടു മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ്. Then it is gained by integration and coordination of the manpower, machines, materials and plant services employed in the manufacturing cycle. ഇതെല്ലാം ഏത് രീതിയിലാണ് നമുക്ക് ഇത് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ പറയുന്നത്. പ്രൊഡക്ഷൻ പ്ലാനിംഗ് ഈസ് ദ മാനേജ്മെൻറ്റ് ടെക്നിക് വിച്ച് അറ്റംപ്റ്റ് ടു ഗെയിൻ ദ ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഫേംസ് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ്. It gained by the integration and manpower. അപ്പോൾ അതായത് ഇവിടെ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അവിടെ പറയുന്നുണ്ട് പ്രൊഡക്ഷൻ പ്ലാനിങ് എന്നാൽ സെയിൽസ് ഫോർകാസ്റ്റ് എങ്ങനെ പ്ലാൻ ചെയ്യാം, സെയിൽസ് ഫോർകാസ്റ്റ് എത്രമാത്രം പ്രൊഡക്റ്റ് വിൽക്കേണ്ടതായിട്ട് വരും, ഓർഡേഴ്സ് ആൻഡ് ഡിസൈഡ്സ് മാനുഫാക്ചറിംഗ് റിസോഴ്സസ് സച്ച് ആസ് കപ്പാസിറ്റി, മെറ്റീരിയൽ, ലേബർ റിക്വയർഡ് ടു മീറ്റ് കറന്റ് ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് ഡിമാൻഡ്. ഇറ്റ് ഇൻവോൾവ്സ് കപ്പാസിറ്റി ആൻഡ് അഗ്രിഗേറ്റ് പ്ലാനിങ് വിച്ച് എയിംസ് ടു മാച്ച് the level of production to the level of demand. അവിടെ നമ്മളോട് പറയുന്നത് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ എങ്ങനെയാണ് നമുക്കിപ്പോൾ സെയിൽസ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇപ്പോൾ എത്രമാത്രം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും, ഇത്രയും യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഇത്രയും വിൽക്കാനായിട്ട് നമുക്ക് ഫ്യൂച്ചർ ആൻറ്റിസിപ്പേറ്റഡ് സെയിൽസ് എത്രയുണ്ടായിരിക്കും, ഇതിനൊക്കെ ആലോചിച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് പ്ലാൻ ചെയ്യാനായിട്ട്. ദറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് പ്രൊഡക്ഷൻ പ്ലാനിങ്. അപ്പോൾ അവിടെ വാട്ട് ഈസ് മീൻ ബൈ പ്രൊഡക്ഷൻ പ്ലാനിങ്? പ്രൊഡക്ഷൻ പ്ലാനിങ് അനാലിസിസ് സെയിൽസ് ഫോർകാസ്റ്റ് ആൻഡ് ഓർഡേഴ്സ് ആൻഡ് ഡിസിഷൻസ് ഓൺ ദി മാനുഫാക്ചറിംഗ് റിസോഴ്സസ് സച്ച് ആസ് കപ്പാസിറ്റി, മെറ്റീരിയൽസ് ആൻഡ് ലേബർ റിക്വയർഡ് ടു മീറ്റ് കറണ്ട് ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് ഡിമാൻഡ്. അതായത് നമുക്ക് ഇപ്പോഴത്തെ സെയിൽസോ ഫ്യൂച്ചറിലുണ്ടായിരിക്കുന്ന സെയിൽസോ മീറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അതിന് എത്രമാത്രം ലേബേഴ്സ് ആവശ്യമായിട്ട് വരും, അതിൻ്റെ ഫെസിലിറ്റീസൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ദെൻ ദറ്റ് ഈസ് എ പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രൊഡക്ഷൻ പ്ലാനിങ്. Then next one is production control. Then 8th point is production control. Production control. Then planning of production meaningless unless it properly controlled. അതായത് പ്ലാനിങ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് മീനിങ്ലെസ് അൺലെസ് ഇറ്റ് ഈസ് പ്രോപ്പർലി കൺട്രോൾ. ശരിയായിട്ടുള്ള രീതിയിലുള്ള പ്ലാനിങ് എന്താ പറയുക, പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്തു, ആ പ്ലാൻ ചെയ്ത് അതുപോലെ തന്നെ നടക്കുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്തില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും അതെന്താണ്, മീനിങ്ലെസ് ആണ്. പ്രൊഡക്ഷൻ ട്രൈസ് ടു സീ ദ ആക്ച്വൽ മാനുഫാക്ചറിങ് കൺഫേംസ് ടു ദ പ്രീഡിറ്റർമിൻ. പ്രൊഡക്ഷൻ ഷുഡ് ബി സെറ്റ്, ഷെഡ്യൂൾസ് ഷുഡ് ബി monitors progress, ensure the production programs are achieved. After planning
production control is the process of planning production advances operations, establishes the exact route of each individual item, part of assembly, setting and starting deals of the important items, etc. Then അവിടെ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ നമ്മളോട് പറയുന്നത് പ്രൊഡക്ഷൻ പ്ലാനിങ് കൺട്രോൾസിനെ കുറിച്ച് പറയുമ്പോൾ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് കൺട്രോളിങ് പ്രോസസ്സാണ്. പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. സോ അനദർ സ്കോപ്പ് ഈസ് അറൈസ്ഡ്. തീർച്ചയായിട്ടും ഈ പ്രൊഡക്ഷൻ പ്ലാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് നെക്സ്റ്റ് സ്കോപ്പ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നതാണ്. പ്രൊഡക്ഷൻ കൺട്രോൾ. ദെൻ ഈ പ്രൊഡക്ഷൻ കോൺട്രോളിലെ after planning, the next managed production function is to control the production according to the production plans, because production plans cannot be activated unless they are properly guided and controlled. Then release the necessary orders as well as initializing the required flow of effect the smooth functioning of the enterprise. Then ninth point is inventory control. Ninth point is inventory control. Inventory. ദെൻ സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ ഒത്തിരി സ്കോപ്പുണ്ട്, ഒത്തിരി ഏരിയാസ് ഉണ്ട് കവർ ചെയ്യാനായിട്ട്. ദെൻ അവിടെ ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുമ്പോൾ ദെൻ ഇൻവെൻട്രി മീൻസ് സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് മാനേജ്മെൻറ്റിനെയാണ്, സ്റ്റോക്ക് കൺട്രോളാണ് നമ്മൾ ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത്. ഇൻവെൻട്രി മീൻസ് ഓൾ ദ മണി ദാറ്റ് ദ സിസ്റ്റം ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ പർച്ചേസിംഗ് മെറ്റീരിയൽസ് വിത്ത് ദ ഇൻറ്റൻഷൻ ടു സെൽ ഈസ് ദ സ്റ്റോക്ക് ഓഫ് എനി ഐറ്റം ഓർ റിസോഴ്സസ് യൂസ്ഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇൻവെൻട്രി കൺട്രോൾ ഡീൽസ് വിത്ത് കൺട്രോൾ ഓവർ റോ മെറ്റീരിയൽസ്. നമുക്കറിയാം നമ്മുടെ ഫണ്ട് എത്രമാത്രമാണ് റോ മെറ്റീരിയൽസിൽ ബ്ലോക്ക് ചെയ്യപ്പെടുന്നത്. ദറ്റ് ഈസ് ഓൾസോ കോൾഡ് എ സ്റ്റോക്ക്. അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി കൺട്രോൾ ഡീൽസ് വിത്ത് കൺട്രോൾ ഓവർ റോ മെറ്റീരിയൽസ്, work in progress, finished product, stores, supplies, tools, and so it is included in the production management. The raw materials, supplies, etc. should be purchased right time, right quality, right quantity from right sources or right price. The 5 R's considered as enable the scientific purchase. ഇവിടെ 5R എന്ന് പറയുന്നതാണ്, 5 R's എന്ന് പറയുന്നതാണ് അവിടെ പ്രോപ്പറായിട്ടുള്ള ഇൻവെൻട്രി കൺട്രോളിങ് എന്ന് പറയുന്നുണ്ട്. ദറ്റ് ഈസ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്കത്. ദ റോ മെറ്റീരിയൽ സപ്ലൈസ് ഷുഡ് ബി പർച്ചേസ്ഡ് അറ്റ് റൈറ്റ് ടൈം, റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് സോഴ്സ്, റൈറ്റ് പ്രൈസ്. ഇവിടെ ഏതൊക്കെയാണ് 5 R's എന്ന് പറയുന്നത്? റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് ക്വാളിറ്റി, right quantity, then right time, right source, and last one is right price. Inventory management 5 R's എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്ന പോയിൻറ്റ്സ് ആണ് ഇതൊക്കെ. ഇൻവെൻട്രി കൺട്രോളിൽ എങ്ങനെയായിരിക്കും നമുക്ക് റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ടൈം, റൈറ്റ് സോഴ്സ് ആൻഡ് റൈറ്റ് പ്രൈസ്. ദ 5 R's കൺസിഡേഴ്സ് എനേബിൾസ് ദ സയൻറ്റിഫിക് പർച്ചേസ്. ഇതാണ് ഏറ്റവും ശരിയായിട്ടുള്ള രീതിയിലുള്ള പർച്ചേസ് എന്ന് പറയുന്നത്. സ്റ്റോർ കീപ്പിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ. ദ റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, സപ്ലൈസ്, ടൂൾസ്, എക്സെട്ര ഷുഡ് ബി സ്റ്റോർഡ് എഫിഷ്യൻ്റ്ലി. ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇൻവെൻട്രി ഷുഡ് ബി മാനേജ്ഡ് പ്രോപ്പർലി ആൻഡ് ദ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് ടു ബി ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് promptly and effectively. Proper records should also be kept for various items of inventory control. അപ്പോൾ ദറ്റ് ഈസ് ദ 9th പോയിൻ്റ് ഈസ് ഇൻവെൻറ്ററി കൺട്രോൾ. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ, ഇൻവെൻറ്ററി കൺട്രോൾ എന്താണെന്ന് മനസ്സിലായി. ദെൻ നെക്സ്റ്റ് 10th പോയിൻ്റ് ഈസ് ക്വാളിറ്റി കൺട്രോൾ. 10th പോയിൻ്റ് ഈസ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോൾ. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ നെക്സ്റ്റ് സ്കോപ്പ് എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ്, വാട്ട് ഈസ് മീൻ ബൈ ക്വാളിറ്റി കൺട്രോൾ? ക്വാളിറ്റി കൺട്രോൾ മേ ബി ഡിഫൈൻഡ് ആസ് a system that is used to maintain desired level of quality in product or services. It is a systematic control various factors that affect and the quality of the product. Quality control aims to prevention of defect at the release of the effective feedback system and a corrective action procedure. But quality control may be defined as, and the quality control എന്ന് പറയുമ്പോൾ quality control may be defined as a system that is used to maintain desired level of quality
desired level of quality product or services. It is a systematic control of various factors that the quality of the product. Quality control may be defined as industrial management techniques of which production uniform accepted quality is manufactured. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അതാണ് നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് സിസ്റ്റം ദാറ്റ് ഈസ് യൂസ് ടു മെയിൻറ്റെയിൻ ദ ഡിസൈർഡ് ലെവൽ ഓഫ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ഒരു ഡിസൈർഡ് ലെവൽ ഓഫ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ ടു ഇംപ്രൂവ് ദ കമ്പനീസ് ഇൻകം ബൈ മേക്കിംഗ് ഇറ്റ്സ് എ പ്രൊഡക്ഷൻ. ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ഈ ക്വാളിറ്റി കൺട്രോൾ കൊണ്ടുണ്ടാകാവുന്ന ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ, ദെൻ ഫസ്റ്റ് പോയിൻ്റ് ഈസ് ഇറ്റ് ഇംപ്രൂവ് ദ കമ്പനീസ് ഇൻകം ബൈ മേക്കിംഗ് ദ പ്രൊഡക്ഷൻ മോർ. അവിടെ then next one is to reduce companies cost through the reduction of losses due to defect. അതായത് ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഉണ്ടാകാവുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവിടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതേപോലെ തന്നെ റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് കമ്പനീസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ദെൻ ടു അച്ചീവ് ദ interchanging ability of the manufacturing and to produce the optimum level of quality, reduced price, etc. These are the importance of main objectives of quality control. Hello, first of all, to improve the company's income. കമ്പനിയുടെ ഇൻകം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ ബിസിനസ് സ്ഥാപനത്തിൻ്റെ സർവൈവൽ ആൻഡ് എക്സിസ്റ്റൻസിന് അത് കാരണമാവുന്നു. പിന്നെ ടു റിഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇൻ്റർചേഞ്ച് ദ എബിലിറ്റി ഓഫ് മാനുഫാക്ചറിങ് ഇൻ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ്റെ benefit available ആവുന്നു to produce the optimum quality of reduced product. Then 11th point is material management. 11th point is material management. റോ മെറ്റീരിയൽസിൻ്റെയൊക്കെ മാനേജ്മെൻ്റ് ആണ് അവിടെ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഈസ് ദ ആസ്പെക്ട് ഓഫ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ വിച്ച് ഈസ് primarily concerned with the acquisition, control and use of materials needed by the flow of goods and services, concerned with the production process having some predetermined objectives in view. The main objective of material management are to minimize the material cost. Material handling material management is the aspect of management function which is primarily concerned with acquisition, control and use of materials needed in the flow of goods and services, concerned with the production process having some of predetermined objectives in view. അതായത് മെറ്റീരിയൽ എങ്ങനെയാണ് നമുക്ക് അക്യൂർ ചെയ്യേണ്ടത്, മെറ്റീരിയൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിച്ച പോലെ തന്നെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഈസ് ദ ആസ്പെക്ട് ഓഫ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ വിച്ച് പ്രൈമർലി കൺസേൺ വിത്ത് ദ അക്വിസിഷൻ, കൺട്രോൾ ആൻഡ് മെറ്റീരിയൽസ് നീഡഡ് ടു ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. മെറ്റീരിയൽ മാനേജ്മെൻറ്റിലെ the main objectives of material management, first point is to minimize the material cost. മെറ്റീരിയൽ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ടു പർച്ചേസ്, റിസീവ് ആൻഡ് ട്രാൻസ്പോർട്ട് ദ സ്റ്റോർസ് മെറ്റീരിയൽ സഫിഷ്യൻ്റ്ലി ടു റിഡ്യൂസ് ദ റിലേറ്റഡ് കോസ്റ്റ്. To cut down cost through the simplification, standardization, value analysis, import substitution, etc. To trace new source of supply and to develop cordial relations with them. To reduce investment tied in inventories to use in their productive purposes to develop high inventory turnover ratios. മെറ്റീരിയൽ സിമ്പിളാണ്. എന്താണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിലെ? മെറ്റീരിയൽ ശരിയായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യുക, അതിൻ്റെ അക്വിസിഷൻ, അതേപോലെ തന്നെ അത് കൊണ്ടുവരിക, അതേപോലെ തന്നെ കൺട്രോൾ ആൻഡ് യൂസ് ഓഫ് മെറ്റീരിയൽസ് നീഡഡ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വളരെ സ്മൂത്തായിട്ടുള്ള രീതിയിൽ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുക, അത് അവർ ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഏരിയസാണ് അതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് വാട്ട് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ റിക്വയർമെൻറ്റിലെ നമ്മൾ പറയുന്നത്. ദെൻ നെക്സ്റ്റ് 12th പോയിൻ്റ് ഈസ് മെയിൻ്റനൻസ്. Then 12th point is maintenance management. 12th point is maintenance management. Maintenance management la, then next one is complaint management. Then maintenance management is the മെയിൻ്റനൻസ്, ദറ്റ് ഈസ് കംപ്ലൈൻസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ. മെയിൻ്റനൻസ് ഈസ് ദ മെഷീൻ ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദ അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ഓപ്പറേഷൻസ്. ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്. In modern industry, equipment and machinery are very important part of the total production effort. That is, therefore,
The main aim of maintenance management are, then first one is to achieve the minimum breakdown to the maintenance management ഇനി മെയിൻ്റനൻസ്, അതായത് മെഷീനറീസ് മെയിൻ്റനൻസ്, എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസ്, ബ്രേക്ക് ഡൗൺ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മെയിൻ്റനൻസ് ദ മെഷീനറീസ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഇൻ മോഡേൺ ഇൻഡസ്ട്രി എക്യുപ്മെൻറ്റ് ആൻഡ് മെഷീനറീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി ടോട്ടൽ പ്രൊഡക്ഷൻ എഫർട്ട്. Then therefore മെയിൻ്റനൻസ് മാനേജ്മെൻറ്റിലെ മെഷീനറീസ് ബ്രേക്ക് ഡൗൺ ആവാതെ ശ്രദ്ധിക്കുക. ടു അച്ചീവ് ദ മെയിൻറ്റെയിനിങ് ദ ബ്രേക്ക് ഡൗൺ ടു keep the machines and other facilities such as conditions that predetermine to use the optimum capacity without interruption, to ensure the availability of the machineries, etc. The last one is cost reduction and control. 13th point, that is a cost reduction and controls. ഇങ്ങനെയായിരിക്കും നമുക്കതിൻ്റെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് റിഡക്ഷൻസ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ കോസ്റ്റ് റിഡക്ഷൻ ഈസ് അൺടൈംലി ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി. ഇൻഡസ്ട്രി ബിക്കം എസെൻഷ്യലി കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് എലിമിനേഷൻ ആർ പ്രൊഡക്ടിവിറ്റി. ദെൻ അതിലെ എ പാർട്ട് ഓഫ് ദി എഞ്ചിനീയറിംഗ് ബഡ്ജറ്ററി കൺട്രോൾ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, കോസ്റ്റ് കൺട്രോൾ, ലേബർ ആൻഡ് മെറ്റീരിയൽസ് എക്സെട്ര ഹെൽപ്സ് ടു കീപ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് കോസ്റ്റ് കൺട്രോളിലെ ബഡ്ജറ്റ് കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, ദീസ് ആർ ദി വേരിയസ് ടെക്നിക്സ് യൂസ്ഡ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് വാട്ട് ആർ ദി സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് എടുത്തിരിക്കുന്ന ടോപ്പിക്കാണ്. വാട്ട് ഈസ് മെൻ ബൈ സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് പോയിൻ്റ് ഈസ് പ്രൊഡക്റ്റ് സെലക്ഷൻ ആൻഡ് ഡിസൈൻ. നിങ്ങളോട് ആദ്യമേ പറഞ്ഞു എന്തെന്ന്, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയധികം പ്രസക്തിയുള്ള ഒരു ഏരിയയാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു. ഒരുപാട് ആക്ടിവിറ്റീസ് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. സോ ഡെപ്ത് ഓഫ് ദ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഈസ് വെരി വൈഡ്. ദെൻ അതിൽ ഫസ്റ്റ് പോയിൻ്റ് ഈസ് പ്രൊഡക്റ്റ് സെലക്ഷൻ ആൻഡ് ഡിസൈൻ. ഒരു പ്രൊഡക്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യുന്നു, എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, പ്രൊഡക്റ്റ് സെലക്ഷൻ ആൻഡ് ഡിസൈൻ. പ്രൊഡക്ഷൻ സിസ്റ്റം ഡിസൈനിങ്, ഫെസിലിറ്റീസ് ലൊക്കേഷൻ, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്യണം. ഫെസിലിറ്റീസ് ലേഔട്ട് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, കപ്പാസിറ്റി പ്ലാനിങ്, മെത്തേഡ് സ്റ്റഡി, പ്രൊഡക്ഷൻ പ്ലാനിങ്, പ്രൊഡക്ഷൻ കൺട്രോൾ, ഇൻവെൻറ്ററി കൺട്രോൾ, quality control, material management, maintenance management, cost reduction and control. So these are the scope of operations management. ഇവിടെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക, പ്രൊഡക്റ്റിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസിൻ്റെ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുക, ഫെസിലിറ്റീസ് ലേഔട്ട് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, പിന്നെ കപ്പാസിറ്റി പ്ലാനിങ്, എത്ര മാക്സിമം കപ്പാസിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, ആൻഡ് മെത്തേഡ് സ്റ്റഡി ഏത് രീതിയിലാണ് നമ്മളത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ദെൻ പ്രൊഡക്ഷൻ പ്ലാനിങ്, എങ്ങനെയാണ് പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ അതിനുശേഷം പ്രൊഡക്ഷൻ കൺട്രോൾ, അതെങ്ങനെ കൺട്രോൾ ചെയ്യണം. പിന്നെ ഇൻവെൻറ്ററി കൺട്രോൾ, സ്റ്റോക്കിൻ്റെ കൺട്രോളിനെ കുറിച്ച് പറഞ്ഞു. ക്വാളിറ്റി കൺട്രോൾ, maintenance management, material management and cost reduction and controls. So these are the important scope of operations management. നിങ്ങൾക്ക് ഇത്രയും പോയിന്റ്സ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. താങ്ക് യു all.